കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc മാത്തമാറ്റിക്സിലെ 4th സെമസ്റ്ററിലെ ലീനിയർ ഓൾജിബ്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ സബ്സ്പേസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ് തന്നാൽ അതിൻ്റെ സൊല്യൂഷൻ സെറ്റിനുള്ള പ്രത്യേകത എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഒരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ സൊല്യൂഷൻ സെറ്റിന് എന്ത് പ്രത്യേകതയാണുള്ളത് നോക്കുക. അതൊരു തിയറമായിട്ട് ഇവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് എ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം AX = 0 ഓഫ് M ഇക്വേഷൻസ് ഇൻ N അൺനോൺസ് ഈസ് എ സബ്സ്പേസ് ഓഫ് Rn. അതായത് ഇവിടെ പറയുന്നത് N അൺനോൺസിലുള്ള M ഇക്വേഷൻസ് അല്ല ഒരു ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതാണ് AX = 0 എന്ന് പറയുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് Rnൻ്റെ ഒരു സബ്സ്പേസ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന്. ഇങ്ങനെ പഠിച്ചിട്ടില്ലേ നിങ്ങൾ? A11 x1 + A12 x2 + എക്സെട്ര അപ് ടു A1n xn എക്സെട്ര ഇങ്ങനെ AM1 x1 + AM2 x2 + എക്സെട്ര AMN xn = 0. ഇതിൽ എത്ര വേരിയബിൾസ് ഉണ്ട്? x1 x2 എക്സെട്ര xn വേരിയബിൾസ് ഉണ്ട്. അതായത് n അൺനോൺസ് ഉണ്ട്. എത്ര ഇക്വേഷൻ ഉണ്ട്? 1 2 3 എക്സെട്ര അപ് ടു m ഇക്വേഷൻസ് ഉണ്ട്. ഇങ്ങനെ n വേരിയബിൾസ് അല്ല m ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. ഇതിനെയാണ് നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് =0 എഴുതുന്നതിന്. അപ്പോൾ ഇതിൻ്റെ മെട്രിക്സ് ഫോർമാറ്റിൽ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? AX = 0 എന്ന് പറയാം. A എന്ന് പറയുന്നത് ഈ കോയിഫിഷ്യൻ മെട്രിക്സ് ആണ്. A11 A12 എക്സെട്ര A1n എന്ന് പറയുന്ന ഒരു m/n കോയിഫിഷ്യൻ മെട്രിക്സ് ആണ് A എന്ന് പറയുന്നത്. X എന്ന് പറയുന്നത് ഈ വേരിയബിൾസിൻ്റെ മെട്രിക്സ് ആണ്, കോളം മെട്രിക്സ് x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത്. 0 എന്ന് പറയുന്നത് 0 മെട്രിക്സ് ആണ്. അപ്പോൾ ഈ X കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ AX = 0 എന്ന് പറയുന്ന ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാന്ന് പറയുന്നതിൽ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളടുത്ത് പറയുന്നത് AX = 0 എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. അതാണ് X എന്ന് പറയുന്ന ആൾ. ഈ X എന്ന് പറയുന്ന ഈ ഒരു സെറ്റ്, അതായത് സെറ്റ് ഓഫ് സൊല്യൂഷൻ ഈ X എന്ന് പറയുന്ന സെറ്റ് ഓഫ് സൊല്യൂഷൻ എപ്പോഴും എന്തായിരിക്കും? Rn എന്ന് പറയുന്ന വെക്ടർ സ്പേസിൻ്റെ ഒരു സബ്സ്പേസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്? n വേരിയബിൾസ് ഉണ്ട്. ആ n വേരിയബിൾസ് ഉണ്ടാവുമ്പം അത് Rn എന്ന് പറയുന്ന വെക്ടർ സ്പേസിൻ്റെ ഒരു സബ്സ്പേസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണം നമുക്ക്. അപ്പോൾ നമുക്കറിയാം ഒരു Rnൻ്റെ ഒരു സബ്സ്പേസ് ആണ് അല്ലെങ്കിൽ ഒരു വെക്ടർ സ്പേസിൻ്റെ സബ്സ്പേസ് ആണെന്ന് പറയാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇവിടെ n എലമെൻറ്റ്സ് ഉണ്ട്. അതായത് x1 x2 എക്സെട്ര xn അത് n ടപ്പിൾ ആയിട്ടാണ് എഴുതുക. നമുക്കറിയാമല്ലേ എങ്ങനെയാ ഒരു സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യുക ഒരു Rnൻ്റെ. ഇപ്പം നമ്മൾ പറഞ്ഞു x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന ഒരു n ടപ്പിൾ ആണ്. അപ്പോൾ അത് Rnലെ കുറേ സെറ്റുകളാണ് അതിൽ വരിക, കുറേ എലമെൻറ്റ്സ് ആണ് അതിൽ വരിക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു സബ്സെറ്റിനെ സബ്സ്പേസ് ആണെന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? ആദ്യം അത് നോൺ എംപ്റ്റി ആണെന്ന് പറയണം. പിന്നെ എന്ത് പറയണം? പിന്നെ നമുക്ക് പറയണം ക്ലോസ്ഡ് അണ്ടർ അഡിഷൻ ആൻഡ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന്. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഇത് നോൺ എംപ്റ്റി ആണെന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ലെറ്റ് W be the solution set of the system. അതായത് ഈ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിനെ നമ്മൾ എന്ത് വിളിച്ചു? W എന്ന് വിളിച്ചു. ഓക്കെ, W be the solution set of the system. അതായത് നമുക്ക് ആ സൊല്യൂഷൻ സെറ്റിന് നമ്മൾ W എന്ന് പേരിട്ടു. ഇനി നമുക്ക് എന്ത് പറയണം? W ഒരു സബ്സ്പേസ് ആണെന്ന് പറയണം. W നോൺ എംപ്റ്റി ആണെന്ന് ഫസ്റ്റ് പറയണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ നോക്കുക. AX = 0 എന്നല്ലേ നമ്മളുടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ മെട്രിക്സ് ഫോർമാറ്റ് അല്ലേ? ഇവിടെ X = 0 എന്ന് പറയുന്ന മെട്രിക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ലേ? A × 0 = 0. നമുക്കറിയാം ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? X = 0 എപ്പോഴും അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഈ 0 എന്ന് പറയുന്ന ആൾ എപ്പോഴും ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. അത് നമുക്ക് ജസ്റ്റ് 0 എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടെങ്കിൽ അത് അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ X = 0 ഈസ് ഓൾവേസ് എ സൊല്യൂഷൻ. അപ്പോൾ നമ്മളെ സൊല്യൂഷൻ സെറ്റിൽ ആരുണ്ടാവും? 0 എന്ന് പറയുന്ന ആളുണ്ടാവും അല്ലേ? 0 ടപ്പിൾ ഉണ്ടാവും. 0 0 0 0 എന്ന് പറയുന്ന വെക്ടർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ സെറ്റ് W ഈസ് not empty because it contains at least the trivial solution X = 0. W എന്ന് പറയുന്നത് നോൺ എംപ്റ്റി ആണ്. കാരണം എന്താ?
അത് ട്രിവിയൽ സൊല്യൂഷനെ ഓൾവേസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സൊല്യൂഷൻ എപ്പോഴും ഉണ്ടാവും. സോ അത് നോൺ എംപ്റ്റി ആണ്. ഇനി നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ വെക്ടർ അഡീഷൻ ആൻഡ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് എന്താണ് വെക്ടർ അഡീഷനിൽ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? രണ്ട് വെക്ടർ നമുക്ക് ഡബ്ല്യൂവിലുള്ള രണ്ട് എലമെൻറ്റ്സ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡബ്ല്യൂവിൽ തന്നെ കിടക്കണം എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഡബ്ല്യൂവിലുള്ള എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താ? അതെല്ലാം സൊല്യൂഷൻ സെറ്റുകളാണല്ലേ. അപ്പം നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്ന ആളും സൊല്യൂഷൻ സെറ്റ് തന്നെയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ലെറ്റ് x1 ആൻഡ് x2 ബി വെക്ടേഴ്സ് ഇൻ ഡബ്ല്യു. നമ്മൾ x1 x2 എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് ഡബ്ല്യൂവിലെടുത്തു. ഇനി ഇത് സൊല്യൂഷൻ സെറ്റ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ സൊല്യൂഷൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ax1 ഈക്വൽ ടു 0 ആൻഡ് ax2 ഈക്വൽ ടു 0 എന്ന് പറയാലോ. ഓക്കെ, ax ഈക്വൽ ടു 0 എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് x1 x2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ax1 ഈക്വൽ ടു 0 എന്നും ax2 ഈക്വൽ ടു 0 എന്നും പറയാം. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് അറിയോ? അതായത് x1 x2 എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ് ഡബ്ല്യൂവിലെടുത്തു. അപ്പോൾ നമുക്കറിയാം ax1 ഈക്വൽ ടു 0 എന്നുമാണ്, ax2 ഈക്വൽ ടു 0 എന്നുമാണ്. ഇനി നമുക്ക് x1 പ്ലസ് x2 എന്ന് പറയുന്നത് എവിടെ കിടക്കണം എന്ന് പ്രൂവ് ചെയ്യണം? ഡബ്ല്യൂവിൽ കിടക്കണം എന്ന് പറയും. അതിന് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ax1 പ്ലസ് x2 എന്ന് പറയുന്നത് 0 ആണെന്ന് പറഞ്ഞാൽ പോരെ. ഇതൊന്ന് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം എന്താ സംഭവിക്കണേന്ന്. അപ്പോൾ നമ്മൾ a ഇൻറ്റു x1 പ്ലസ് x2 ഈക്വൽ ടു, നമ്മളിവിടെ എന്ത് എഴുതാം? ax1 പ്ലസ് ax2 വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ax1 എന്താ? 0 ആണെന്ന് നമുക്കറിയാം. ax2 എന്ത് തന്നെയാണ്? 0 ആണെന്നറിയാം. 0 പ്ലസ് 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് എന്ത് കിട്ടി നമുക്ക്? w ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് കിട്ടി. ഇനി നമ്മൾ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനിലും കൂടെ ക്ലോസ്ഡ് ആണെന്ന് പറയണം. അതിനുവേണ്ടി k എന്ന് പറയുന്ന ഒരു സ്കെലാർ എടുത്തു. k ഈസ് എനി സ്കെലാർ. ദെൻ a ഇൻറ്റു kx1 എന്ന് പറയുന്നത് എടുത്ത്, അതായത് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? kx1 ബിലോങ്സ് ടു w എന്ന് പറയണം. അതായത് a ഇൻറ്റു kx1 ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം അത് നോക്കുക. a ഇൻറ്റു kx1, ഇതിന് നമുക്ക് k ഇൻറ്റു ax1 എഴുതാലോ. കുഴപ്പമൊന്നുമില്ലല്ലോ, കാരണം മെട്രിക്സിൻ്റെ kനെ എടുത്ത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വിട്ട് a ഇൻറ്റു kx1 ഈക്വൽ ടു k ഇൻറ്റു ax1 എന്ന് നമുക്ക് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. k ഇൻറ്റു ax1 ഇസ് ഈക്വൽ ടു ax1 എന്ന് പറഞ്ഞാൽ എന്താ? x1 ഈസ് എ സൊല്യൂഷൻ. സോ ax1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. സോ k ഇൻറ്റു 0 ഇറ്റ് ഇസ് ഈക്വൽ ടു 0. w ഈസ് ക്ലോസ്ഡ് അണ്ടർ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ക്ലോസ്ഡ് അണ്ടർ വെക്ടർ അഡീഷൻ ആണെന്ന് പ്രൂവ് ചെയ്തു, ക്ലോസ്ഡ് അണ്ടർ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് പ്രൂവ് ചെയ്തു. സോ നമുക്ക് പറയാം ഈ സൊല്യൂഷൻ സെറ്റ് ax ഈക്വൽ ടു 0 ആയിട്ട് വരുന്ന എക്സുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു സബ്സ്പേസ് ആയിരിക്കും. എന്തിൻ്റെ സബ്സ്പേസ് ആയിരിക്കും? Rnൻ്റെ സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ n അൺനോൺസിൽ വരുന്ന ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ സെറ്റ് ഒരു സബ്സ്പേസ് ആണ്, Rnൻ്റെ ഒരു സബ്സ്പേസ് ആണെന്ന് പറഞ്ഞു. അതിന് നമ്മൾ ജനറലി എന്ത് പറയും? സൊല്യൂഷൻ സ്പേസ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയും. ആ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ സ്പേസ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ax ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. അതിൻ്റെ സൊല്യൂഷൻ സ്പേസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സുകളാണ്. സച്ച് ദാറ്റ് എങ്ങനത്തെ എക്സുകളാണ്? ax ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളാണ് എന്ത്? സൊല്യൂഷൻ സ്പേസ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതായത് ഇപ്പം നമ്മളോട് ട്രൂ ഓർ ഫോൾസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂഷൻ ആവുന്നൊരു സാധനമാണ്. നമുക്ക് നോക്കാം. വേറാസ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് എവറി ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് m ഇക്വേഷൻസ് ഇൻ n അൺനോൺസ് ഈസ് എ സബ്സ്പേസ് ഓഫ് Rn. ഇറ്റ് ഈസ് നെവർ ട്രൂ ദാറ്റ് ദ സൊല്യൂഷൻ ഓഫ് എ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് m ഇക്വേഷൻസ് ഇൻ n അൺനോൺസ് ഈസ് എ സബ്സ്പേസ് ഓഫ് Rn. അതായത് നമ്മൾ പറഞ്ഞത് നമുക്ക് ax ഈക്വൽ ടു 0യുടെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് Rnൻ്റെ സബ്സ്പേസ് ആണെന്ന് പറഞ്ഞു. ഇതൊക്കെ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇൻ കേസ് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ കേസ് എങ്ങനെയാണ്? അപ്പോൾ എന്താണ് ഈ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് നോക്കാം നമുക്ക്. നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ദാറ്റ് ഈസ് ax ഈക്വൽ ടു b. ഇവിടെ b എന്താവില്ല? 0 ആവില്ല. ഓക്കെ, അപ്പോൾ ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ സെറ്റ് ഈ എക്സുകൾ, അതായത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് എന്ന് പറയുന്ന കോളം വെക്ടേഴ്സ് എല്ലാം
സൊല്യൂഷൻ സ്പേസ്, അതായത് ഇത് RNൻ്റെ തന്നെ സബ്സ്പേസ് ആകുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരിക്കലും അങ്ങനെ ആവില്ല എന്നുള്ളതാണ്. കാരണം എന്താ നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന് 3 കേസാണ് വരുന്നത് അല്ലേ. ഒന്ന് കൺസിസ്റ്റൻ്റ് ആണ്, 2 കേസാണ് മെയിനായിട്ടുള്ളത്. കൺസിസ്റ്റൻ്റ് ആണ്, രണ്ടാമത്തത് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സൊല്യൂഷനേ ഇല്ല എന്നല്ലേ. അതായത് നമുക്ക് 3 കേസ് എന്ന് പറയാം. ഒന്ന് നോ സൊല്യൂഷൻ, 2 യുണീക്ക് സൊല്യൂഷൻ, 3 ഇൻഫൈനൈറ്റ്ലി മിനി സൊല്യൂഷൻ. ഓക്കെ, ഇതാണ് നമ്മളെ കേസസ്. പക്ഷേ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഓൾവേസ് കൺസിസ്റ്റൻ്റ് ആണ്. അവിടെ ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റേ ഇല്ല, അതായത് നോ സൊല്യൂഷൻ എന്ന് പറയുന്നതില്ല. കാരണം എന്താ, x=0 അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും എപ്പോഴും. അപ്പോൾ നോൺ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ നമുക്ക് എന്ത് പറയാം, സൊല്യൂഷൻ ഇല്ല എന്ന് പറയാം, യുണീക്ക് സൊല്യൂഷൻ വരാം, ഇൻഫൈനൈറ്റ്ലി മിനി സൊല്യൂഷൻ വരും. ഈ 3 കേസും വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അതായത് അതാട്ടോ റീസൺ അതിൻ്റെ, ദ സിസ്റ്റം മേ നോട്ട് ഹാവ് എനി സൊല്യൂഷൻ അറ്റ് ഓൾ. അതായത് ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടാവണമെന്ന് തന്നെ ഇല്ല. പിന്നെ എങ്ങനെയാണ് സൊല്യൂഷൻ സെറ്റ് സബ്സ്പേസ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരു കാര്യം, ഇഫ് ദർ ആർ സൊല്യൂഷൻ ദെൻ ദ സൊല്യൂഷൻ സെറ്റ് വിൽ നോട്ട് ബി ക്ലോസ്ഡ് എയ്തർ അണ്ടർ അഡീഷൻ ഓർ അണ്ടർ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഈ സൊല്യൂഷൻസ് ഉണ്ടെന്ന് സപ്പോസ് സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ആ സൊല്യൂഷൻ സെറ്റ് എന്താവില്ല, അത് ക്ലോസ്ഡ് അണ്ടർ അഡീഷനോ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനോ ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഒരുപാട് ചോദിക്കുന്നൊരു കൺസെപ്റ്റും കൂടെയാണ്. പിന്നെ ഇനി നമ്മൾ എക്സാമ്പിളാണ് പറയുന്നത്, അതായത് സൊല്യൂഷൻ സ്പേസസ് ഓഫ് ഹോമോജീനിയസ് സിസ്റ്റം. എങ്ങനെയാണ് ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ ഈ സൊല്യൂഷൻ സ്പേസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സൊല്യൂഷൻ സെറ്റ് കണ്ടുപിടിക്കാൻ അറിയുന്നതാണ്. നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡൊക്കെ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം. സോൾവ് ദ സിസ്റ്റം ബൈ എനി മെത്തേഡ് ആൻഡ് ദെൻ ഗിവ് എ ജോമെട്രിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സൊല്യൂഷൻ സെറ്റ്. അതായത് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന സിസ്റ്റം ഏതെങ്കിലും ഒരു രീതിയിൽ സോൾവ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ജോമെട്രിക് കൺസെപ്റ്റ്, ആ സൊല്യൂഷൻ സെറ്റിൻ്റെ ജോമെട്രിക് കൺസെപ്റ്റ് പറയുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 - 2 3, 2 - 4 6, 3 - 6 9, XYZ = 0 0 0. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നോക്കാം. 1 - 2 3, 2 - 4 6, 3 - 6 9. അതായത് ഈ കോഎഫിഷ്യന്റ് മെട്രിക്സ് A എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സിനെ ഞാൻ കളക്ട് ചെയ്തു. ഇത് ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഗോസ് എലിമിനേഷൻ അപ്ലൈ ചെയ്യുകയാണ്. അതായത് ഈ 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലെ 2ഉം 3ഉം കൂടെ 0 ആക്കണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു റോയോട് ഓപ്പറേഷൻ ചെയ്യണം, ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യണം, അപ്പോൾ എലമെൻ്ററി ഓപ്പറേഷൻസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതിനെ 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ, ഞാൻ 2 - 4 6 എന്ന് വരും. എന്നിട്ടൊന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യത്തെ സെറ്റ് 1 - 2 3 തന്നെ എഴുതി. 2 - 2 0, -4 - 4 0, 6 - 6 0. ഇനി നമ്മൾ അടുത്തത് ഈ 1നോട് തന്നെ ഓപ്പറേറ്റ് ചെയ്യുക. 3 - 6 9, സോറി കറക്റ്റാണ് അല്ലേ. 3 - 6 9, എന്നിട്ട് നമ്മൾ മൈനസ് ചെയ്യാം. 3 - 3 0, -6 - -6 0, 9 - 9 0. ഇനി നമ്മളൊന്ന് റീറൈറ്റ് ചെയ്യുക. അതായത് ഈ മെട്രിക്സ് യൂസ് ചെയ്തിട്ട്, ഇത് ഈക്വലൻറ്റ് മെട്രിക്സ് ആണ്, ഈ മെട്രിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയ സൊല്യൂഷൻ, അതായത് നമ്മളുടെ ഇക്വേഷൻസിനെ ഒന്ന് റീറൈറ്റ് ചെയ്യുക. അതായത് 1 - 2 3, 0 0 0 0 0 0, XYZ = 0 0 0. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഇക്വേഷൻ കിട്ടും. എന്ത് ഇക്വേഷനാണ് കിട്ടുന്നത്, ഇവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ x - 2y + 3z = 0 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നുള്ളൂ ഇതിന്നല്ലേ. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ഇക്വേഷനേ ഉള്ളൂ അല്ലേ. എത്ര അൺനോൺസിനെ നമുക്ക് കണ്ടുപിടിക്കണം, എത്ര വേരിയബിൾസിനെ നമുക്ക് കണ്ടുപിടിക്കണം, എക്സും വൈയും സെഡും കണ്ടണം അല്ലേ. അപ്പോൾ 3 വേരിയബിൾസിനെ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് പോസിബിൾ ആണോ? ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് 3 വേരിയബിൾസിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? 2 വേരിയബിൾ 2 ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യും, 3 വേരിയബിൾ 3 ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്താലേ യുണീക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു ഇക്വേഷനും 3 വേരിയബിൾസുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സോൾവ് ചെയ്യൽ നടക്കില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ പറയാം, നമ്മളിവിടെ നോക്കുക, ഈ ഒരു മെട്രിക്സിലെ എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കുക. എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കുക. എത്ര നോൺ സീറോ റോസ് ഉണ്ട്? ഇതൊരു നോൺ സീറോ റോയാണ്, ഇവിടെ 0 എൻട്രി മാത്രമേ ഉള്ളൂ, ഇവിടെ 0 എൻട്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര നോൺ സീറോ റോസ് ഉണ്ട്? നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്ര എണ്ണാണ്? 1 ആണുള്ളത്. നമ്പർ ഓഫ് അൺനോൺസ്
നമ്പർ ഓഫ് അൺനോൺസ്. എത്രയുള്ളത്? 3 എണ്ണം. അപ്പോൾ ഇതൊന്നും വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. ആ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആർബിട്രറി വാല്യൂസിനെ നമ്മൾ അസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ എത്ര ആർബിട്രറി വാല്യൂസിനെ അസൈൻ ചെയ്യണം? ഇവിടെ 3 വേരിയബിൾസും 1 ഇക്വേഷനും ഉള്ളത്. അപ്പോൾ 3 - 1 ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര കിട്ടുക? 2. രണ്ട് ആർബിട്രറി വാല്യൂസിന്, 2 വേരിയബിൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? 2 വേരിയബിൾസിന് നമ്മൾ ആർബിട്രറി വാല്യൂസിനെ അസൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ ഞാൻ z k എന്നും y s എന്നും അസൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്താണ്? x = 2y - 3z, ദാറ്റ് ഈസ് 2s - 3k എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സും വൈയും സെഡും ഒന്ന് നന്നായിട്ട് എഴുതാം നമ്മൾ. x = 2s - 3k ആൻഡ് y = s ആൻഡ് z = k. ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ സെറ്റ്. അതായത് ഇതാണ് നമ്മളുടെ എക്സ് എന്ന് പറയുന്ന സൊല്യൂഷൻ സെറ്റ്, എക്സ് വൈ സെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെന്താ പ്രത്യേകത? ഇറ്റ് ഹാസ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. അതായത് ഈ സൊല്യൂഷൻ സെറ്റിന്, ഈ സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? ഇവിടെ നോക്കുക നിങ്ങൾ. കെക്ക് നമ്മൾ 0 കൊടുത്തു, എസിന് നമ്മൾ 1 കൊടുത്തു, അതിനനുസരിച്ചിട്ട് എക്സ് കിട്ടും. കെക്ക് നമ്മൾ 4 കൊടുത്തു, എസിന് നമ്മൾ 2 കൊടുത്തു, അതിനനുസരിച്ച് എക്സ് കിട്ടും. കെക്ക് നമ്മൾ 3 കൊടുത്തു, എസിന് നമ്മൾ വേറൊരു വാല്യൂ എടുത്ത് അതിനനുസരിച്ച് എക്സ് കിട്ടും. അങ്ങനെ ഇഷ്ടമുള്ള വാല്യൂ നമുക്ക് കൊടുക്കാം. അതാണ് ആർബിട്രറി വാല്യൂ കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെ ആർബിട്രറി വാല്യൂ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഇതിന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ജോമെട്രിക് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. അതെന്താ ഈ ജോമെട്രിക് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നോക്കുക നിങ്ങൾ. നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതായിരുന്നു, x - 2y + 3z = 0 എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ത്രൂ ദ ഒറിജിൻ. ഇതെന്താണ്? ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ത്രൂ ദ ഒറിജിൻ. ഇങ്ങനെ പറയാം. ഇനി നമുക്ക് ഈ സൊല്യൂഷൻ സെറ്റിനെ വേണമെങ്കിൽ ഒന്ന് മാറ്റി എഴുതാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആ സൊല്യൂഷൻ സെറ്റിനെ ഇങ്ങനെ എഴുതണ്ട, ഇങ്ങനെ എഴുതാം നമുക്ക്. അതായത് സൊല്യൂഷൻ സെറ്റിന് ഞാനവിടെ എസും 2s - 3k, 2s - 3k, അതുപോലെ തന്നെ ഇവിടെയും k, അതുപോലെ ഇവിടെ k. സൊല്യൂഷൻ സെറ്റിന് നമുക്ക് പരിചയമുള്ള ഒരു സൊല്യൂഷൻ സെറ്റ് പോലെ W = ഇത് R3യുടെ ഒരു സബ്സ്പേസ് ആയിട്ട് വരും. ദിസ് ഈസ് എ സബ്സ്പേസ് ഓഫ് R3 എന്ന് വരും. അതായത് മൂന്ന് ടപ്പിളായിട്ടല്ലേ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. 1 - 2 3 - 3 7 - 8 - 2 4 - 6 x y z = 0 0 0. ഇതിലിതുപോലെ തന്നെ നമ്മൾ ഗോസ് എലിമിനേഷൻ വഴി നമ്മളൊന്നിൽ എക്കിലോൺ ഫോം കണ്ടെത്തിയാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എക്കിലോൺ ഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക കേട്ടോ, മനസ്സിലാവുന്നുണ്ടോ, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്കിതിൽ എക്കിലോൺ ഫോം കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടുത്തെ 1, അതായത് 1 - 2 3 ഞാൻ കോഎഫിഷ്യൻ്റ് മെട്രിക്സിനെ കളക്ട് ചെയ്തു a എന്ന് പറഞ്ഞിട്ട്. ഈ -3നെയും -2നെയും എനിക്ക് 0 ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് 0 1 1 എന്ന് കിട്ടി. ഇവിടെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് രണ്ടും ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് 0 0 0 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു മെട്രിക്സിനെ ഞാൻ ഈക്വലൻ്റ് ഫോമിലോട്ട് മാറ്റി എഴുതി. 1 - 2 3 0 1 1 0 0 0 x y z = 0 0 0. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര നോൺ സീറോ റോസ് ഉണ്ട്? 1 2. നോൺ സീറോ എൻട്രിയിൽ എത്ര റോസ് ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. ഇവിടെ 1 2 2 ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പോൾ നോൺ സീറോ റോസ് 2. എത്ര വേരിയബിൾസ് ഉണ്ട്? 3. അപ്പോൾ എത്ര എണ്ണത്തിന് നമ്മൾ ആർബിട്രറി വാല്യൂസിനെ അസൈൻ ചെയ്യണം? 3 - 2. ഒരു വാല്യൂവിന് നമ്മൾ ആർബിട്രറി ആർബിട്രറി വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെന്ന് ഞാൻ ആ ഇക്വേഷൻ ഒന്ന് എഴുതിയിട്ടുണ്ട്. x - 2y + 3z = 0, അതുപോലെ തന്നെ y + z = 0. ഈ 2 ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ അതെ 2 ഇക്വേഷനും 3 അൺനോൺസും ഉണ്ട്. അതുകൊണ്ട് തന്നെ 3 - 2 1 ആർബിട്രറി വാല്യൂവിന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ആർബിട്രറി വാല്യൂസിനെ അസൈൻ ചെയ്യുന്ന സമയത്ത് രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരാളെ അസൈൻ ചെയ്യാൻ നോക്കുക. ഒന്നുകിൽ വൈക്ക് കൊടുക്കുക അവിടെ, അല്ലെങ്കിൽ സെഡിന് കൊടുക്കുക. അപ്പം ഞാനിവിടെ z = t എന്ന് കൊടുത്തു. അപ്പോൾ z = t കൊടുത്തു കഴിഞ്ഞാൽ y = -z എന്ന് കിട്ടും. അതായത് y = -t എന്ന് കിട്ടും. x = 2y - 3z എന്ന് എഴുതാം. അതിന് നമുക്ക് 2 - t - 3t എന്ന് എഴുതാം. ദാറ്റ് ഈസ് -5t എന്ന് കിട്ടി. അതായത് എക്സും വൈയും സെഡും കിട്ടി. x = -5t ആൻഡ് y = -t ആൻഡ് z = t. ഇതാണ് സൊല്യൂഷൻസ്. അതായത് സൊല്യൂഷൻസിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു സൊല്യൂഷൻ സ്പേസ് ആണ്.
അതായത് ഇവിടെ ടി ഇപ്പം ഇതിൽ 0, അതായത് സൊല്യൂഷൻ സ്പേസ് ആണെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ദിസ് ഈസ് എ സബ് സ്പേസ് ഓഫ് ആർ എൻ. അതായത് ഈ സെറ്റ് എന്ന് പറയുന്നത് ആർ എന്നിൻ്റെ ഒരു സബ്സെറ്റ് ആണല്ലേ. ഇതിൽ 0 0 0 വരുമോ? ടിക്ക് 0 കൊടുത്താൽ മതി. അപ്പോൾ 0 0 0 എന്ന് വരിക. ഓക്കെ, പിന്നെ ഇതിൽ ഏത് എലമെൻ്റ് എടുത്ത് ആഡ് ചെയ്താലും ഒക്കെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനൊക്കെ ഇത് ഇതാവും. അതാണ് നമ്മൾ തൊട്ട് മുമ്പുള്ള തിയറത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതെന്താ സാധനം? -5t -tt. ഇതൊക്കെ എന്താണെന്നറിയോ? These are the parametric equations for the line through the origin which is parallel to the vector v equal to -5, -1, 1. അതായത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. ഇതൊരു പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ ആണ്. ഓക്കെ, പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ആണ്. z equal to t, x equal to -t and x equal to -5t, y equal to -t and z equal to t എന്ന് പറയുന്ന പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജിയോമെട്രിക് അപ്രോച്ചും കൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമ്മളുടെ മൂന്നാമത്തെ ഇക്വേഷൻ നോക്കാം. മൂന്നാമത്തെ തന്നെ ക്വസ്റ്റ്യൻ ഇതാണ്. 1 -2 3 -3 7 -8 4 1 2 x y z equal to 0 0 0. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. അപ്പോൾ അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലെ -3യും 4ഉം കൂടെ 0 ആക്കണം. അപ്പോൾ നമ്മൾ ഇതിനെ ആദ്യം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 3 - 6 9 നീട്ടി. 3 + 3 0, 7 + -6 1, 8 + 9 1 കിട്ടും. ഇനി 4നെ നമ്മൾ 1 2 3 ഇതിനെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 4 - 4 0, 1 - 8 1 - -8 അല്ലേ. അപ്പോൾ 1 + 8 9 വരും. 2 - 6 തെറ്റിപ്പോയിട്ടുണ്ടോ? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് 4 - 8 ഇവിടെ 12 ആണല്ലേ വരിക. ചെയ്ത് പറ്റി ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു, എന്നിട്ട് അപ്പോൾ അത് എന്തോ റെക്കോർഡാവുന്നു, എന്തോ പ്രശ്നം വന്നു. അപ്പോൾ ഞാൻ വീണ്ടും ചെയ്തതാണ്. 4 - 8 12. അപ്പോൾ 2 - 12 എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലേ. 4 - 12 എന്ന് പറഞ്ഞാൽ -8 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ 2നെയും ഈ 9നെയും 0 ആക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ 2നെ 0 ആക്കി. ആദ്യം ഞാൻ ഈ 9നെ 0 ആക്കി. ഇതിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 9 - 9 0 -8 -9 എന്നാണ് വരിക. അപ്പം -17 എന്ന് വരും അല്ലേ. ഓക്കെ, എന്നിട്ട് ഇത് 17 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് -1 ആക്കാം. അതുപോലെ തന്നെ ഈ 2നെ നമുക്ക് ഇതിനോട് ഓപ്പറേറ്റ് ചെയ്തിട്ട് 0 ആക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ. ഇവിടെ നമുക്ക് 1 1 0, അതായത് ഞാനിതിനെ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലോട്ട് മാറ്റി, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 1 1 ഇതിൻ്റെ റാങ്ക് 3 തന്നെ വന്നില്ലേ. നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത് നോക്കുക. 1 1 നമ്പർ ഓഫ് നോൺ സീറോ റോസ് 1 2 3 മൂന്നെണ്ണത്തിലും നോൺ സീറോ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത് 3 ആണ്. നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇത് രണ്ട് ഈക്വലായി വന്നാൽ നമ്മൾ ആർബിട്രറി വാല്യൂസ് ഒന്നും കൊടുക്കണ്ടല്ലോ. 3 - 3 പറഞ്ഞാൽ 0. അപ്പോൾ നമ്മൾ 0, അതായത് 3 നമ്മളൊന്നും കൊടുക്കാനില്ല അവിടെ. അപ്പോൾ ഇവിടുത്തെ സൊല്യൂഷൻ നമ്മളിത് ഇക്വേറ്റ് ചെയ്യുക. x = 0 ആൻഡ് y = 0 ആൻഡ് z = 0. അപ്പോൾ ഇവിടെ എന്താ, നമ്മൾക്ക് ഒരു യുറ്റ സൊല്യൂഷനേ ഉള്ളൂ. x = 0, y = 0, z = 0 എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ആ സൊല്യൂഷനാണ് എന്ത്, നമ്മളുടെ സീറോ സ്പേസ്. ഓക്കെ, ദ ട്രിവിയൽ എലമെൻറ്റ് 0. അത് സിംഗിൾ എലമെൻ്റ് ആയിട്ടായിരിക്കും വരിക നമ്മൾ. ഇനി അടുത്തത് വരുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ ഒന്നാണ്. 0 0 0 0 0 0 0 0 0 x y z 0 0 0. ഈ ലീനിയർ സിസ്റ്റം നോക്കുക. നിങ്ങൾ ഇവിടെ ഏത് എക്സ് വൈ സെഡ് കൊടുത്താലും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലേ? അപ്പോൾ എന്താണ് സൊല്യൂഷൻ സിസ്റ്റത്തിൽ വരിക? സെറ്റ് ഓഫ് ഓൾ ദ എലമെൻറ്റ്സ് ഇൻ R3 വരില്ലേ? ദ ലീനിയർ സിസ്റ്റം ഈസ് സാറ്റിസ്ഫൈഡ് ബൈ ഓൾ റിയൽ വാല്യൂസ് ഓഫ് എക്സ് വൈ ആൻഡ് സെഡ്. സോ ദ സൊല്യൂഷൻ ഈസ് R3 ഇറ്റ് സെൽഫാണ് വരിക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ സൊല്യൂഷൻ സ്പേസിനെ പറ്റിയിട്ടാണല്ലോ പറഞ്ഞത്. ആ സൊല്യൂഷൻ സ്പേസിനെ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പറയുക എന്നുള്ളതാണ് കേട്ടോ നോക്കുന്നത്.
മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പറയുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ടി എ ഫ്രം ആർ എൻ ടു ആർ എം. അതായത് ഇത്രയേ ഉള്ളൂ. ഈ എ എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് ആണ് കേട്ടോ. അപ്പോൾ ആർ എന്നിലെ ഒരു എലമെൻ്റ് എടുത്തു, എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്തു. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്നത് എ ഇൻറ്റു എക്സ് ആണ്. അതെവിടെ ഉള്ളതായിരിക്കും? ആർ എമ്മിലെ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ ഫിക്സ് ചെയ്തു. ഇനി എപ്പോഴാണ് ഇത് സൊല്യൂഷൻ ആവുന്നത്? എ എക്സ് ഈക്വൽ ടു സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന എക്സുകളാവുമ്പോഴാണ് എ എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷൻ ആവുന്നത്. ഇത് 0 ആവുമ്പോൾ കിട്ടുന്നതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു എക്സുകൾക്ക്, അതായത് എ എക്സ് ഈക്വൽ ടു സീറോ, എക്സ് മാപ്പ് ചെയ്യുമ്പം എ എക്സ് ഈക്വൽ ടു സീറോ ആവുന്ന എക്സുകളെ നമ്മൾ പറയുന്ന പേരാണ് കേണൽ. അതായത് സൊല്യൂഷൻ സ്പേസിലെ എലമെൻറ്റ്സ് ആണല്ലോ എക്സ്. എ എക്സ് ഈക്വൽ ടു സീറോ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് എന്ന് പറഞ്ഞാൽ അത് സൊല്യൂഷനാണ് എ എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താ? സൊല്യൂഷൻ സെറ്റിലെ എലമെൻ്റ് ആണ്. ആ കളക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് സൊല്യൂഷൻ സ്പേസ്. അപ്പോൾ ഇതിന് നമ്മൾ വേറൊരു രീതിയിലും കൂടെ പറയാം, കേണൽ ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. കേണൽ ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ, അതായത് നമ്മളൊരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷനായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ കേണൽ ഓഫ് ദ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ. അതായത് അതിനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. കേണൽ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ എക്സ് ഈക്വൽ ടു സീറോ. എ എക്സ് ഈക്വൽ ടു സീറോ ആവുന്ന എക്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കേണൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത തിയറം, ഇതൊരു തിയറമായിട്ട് ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ട് മുമ്പ് പറഞ്ഞ സൊല്യൂഷൻ സ്പേസിൻ്റെ തിയറം തന്നെ അത് നമ്മൾ കേണൽ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇഫ് എ ഈസ് ആൻ എം ബൈ എൻ മെട്രിക്സ് ദെൻ ദ കേണൽ ഓഫ് ദ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ടി എ ഫ്രം ആർ എൻ ടു ആർ എം ഈസ് എ സബ് സ്പേസ് ഓഫ് ആർ എം. നമ്മൾ പറഞ്ഞു സൊല്യൂഷൻ സ്പേസിലെ ട്രാൻസ്ഫോർമേഷൻ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സൊല്യൂഷൻ സ്പേസിന് പറയുന്ന പേരാണ് കേണൽ എന്ന്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു എം ബൈ എൻ മെട്രിക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ടി എ ഫ്രം ആർ എൻ ടു ആർ എം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ കേണൽ ഓഫ് ദ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അത് ആ കേണൽ ഓഫ് ദ മെട്രിക്സ് എന്തായിരിക്കും? സബ് സ്പേസ് ആയിരിക്കും. അതാണ് കേട്ടോ റിസൾട്ട്. അതായത് എ എന്ന് പറയുന്ന ഒരു എം ബൈ എൻ മെട്രിക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്ത് അതിൻ്റെ കേണൽ എന്ന് പറയുന്നത് ആർ എന്നിൻ്റെ ഒരു സബ് സ്പേസ് ആയിരിക്കും. ആർ എന്നിൻ്റെയാണ്, ആർ എമ്മിൻ്റെ അല്ല, ആർ എന്നിൻ്റെ ഒരു സബ് സ്പേസ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ സ്പാനിങ് സെറ്റിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു അല്ലേ കഴിഞ്ഞ വീഡിയോസിൽ. അപ്പോൾ സ്പാനിങ് സെറ്റ് എന്ന് പറയുന്നത് യുണീക്ക് അല്ല. ഓക്കെ, അപ്പോൾ രണ്ട് സ്പാനിങ് സെറ്റ് ഈക്വൽ ആവുന്നത് എപ്പോഴാണ്? യുണീക്ക് അല്ല എന്ന് പറയുന്നതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമുക്കൊരു ലൈൻ ഉണ്ട്, ആ ലൈനിനെ സ്പാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലൈനിൽ ഏതൊരു വെക്ടർ എടുത്താലും മതി. എനി നോൺ സീറോ വെക്ടർ ഓൺ ദ ലൈൻ വിൽ സ്പാൻ ദ ലൈൻ അല്ലേ. നമ്മളൊരു വെക്ടർ എടുത്തു, ആ വെക്ടറിന് ആഡ് ചെയ്താൽ അടുത്ത ഒരു നോൺ സീറോ വെക്ടർ എടുത്തു, അത് വെച്ചിട്ട് തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വെക്ടർ കിട്ടും അല്ലേ. അത് ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് സ്കെലാർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഹാഫ് ആണ് വേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ ഹാഫ് ഇൻറ്റു ആ വെക്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ഉള്ള വെക്ടർ കിട്ടും അല്ലേ. അങ്ങനെ അതായത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു ലൈനിലെ ഒരു നോൺ സീറോ വെക്ടർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ലൈനിനെ തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും, ആ ലൈനിനെ തന്നെ സ്പാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരു പ്ലെയിനിലെ രണ്ട് നോൺ കൊളീനിയർ ആയിട്ടുള്ള വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ പ്ലെയിനിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്പാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് എക്സ്പ്ലെയിൻ അധികം ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിത് എപ്പോഴാണ് രണ്ട് സ്പാനിങ് സെറ്റസ് സെയിം സ്പേസ് തരാം? രണ്ട് സ്പാനിങ് സെറ്റ് നമുക്ക് എപ്പോഴാണ് സെയിം സ്പേസ് തരാം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഇഫ് എസ് ഈക്വൽ ടു വി1 വി2 എക്സെട്ര വി ആർ ആൻഡ് എസ് ഡാഷ് ഈക്വൽ ടു w1 w2 എക്സെട്ര അപ് ടു wk ആർ നോൺ എംപ്റ്റി സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ എ വെക്ടർ സ്പേസ് വി, ദെൻ span of v1 v2 etc vr equal to span of w1 w2 etc wk if and only if each vector in S is a linear combination of those in S dash and each vector in S dash is a linear combination of those in S. അതായത് നമുക്ക് എസ് എന്ന് പറയുന്ന എസ് ഡാഷ് എന്ന് പറയുന്ന രണ്ട് നോൺ എംപ്റ്റി സെറ്റ് ഓഫ് വെക്ടേഴ്സ് തന്നിട്ടുണ്ട് വിയിൽ. ഓക്കെ, ഒരു വെക്ടർ സ്പേസ് ആണ് വി, അതിൽ രണ്ട് നോൺ എംപ്റ്റി സെറ്റ് ഓഫ് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ആദ്യത്തേതിൽ 6 എലമെൻസും പിന്നത്തേതിൽ k എലമെൻസും ഉണ്ട്. ഈ 6 എലമെൻസും k എലമെൻസിൻ്റെയും സ്പാനിങ് സെറ്റ് സെയിം ആവണമെന്ന് എപ്പോഴാണ് പറയുക? എസ്സിലെ
ഇത് എസ് ആണ്, ഇത് എസ് ഡാഷ് ആണ് കേട്ടോ. എസ്സിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും അതിനെ എസ് ഡാഷിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റണം, എസ് ഡാഷിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റണം. എസ് ഡാഷിലെ ഏത് എലമെൻ്റ് എടുത്താലും അതിനെ എസ്സിൻ്റെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ സ്പാനിങ് സെറ്റുകൾ ഈക്വൽ ആണെന്ന് പറയുള്ളൂ. ഇങ്ങനെ എഴുതാൻ പറ്റിയ സ്പാനിങ് സെറ്റ് ഈക്വൽ ആണ്, സ്പാനിങ് സെറ്റ് ഈക്വൽ ആണെങ്കിൽ ഇങ്ങനെ എഴുതാനും പറ്റും. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യമാണ്. നമുക്ക് താഴോട്ടേക്ക് വരുംതോറും കുറച്ച് ടൈറ്റ് ആണെന്ന് അറിയാം, അതായത് തിയറി പാർട്ട് കൂടുതലായി അറിയാം. പക്ഷെ നിങ്ങൾ ആ പ്രോബ്ലം നന്നായിട്ട് ചെയ്ത് പഠിക്കാം. അതുപോലെ തന്നെ തിയറി പാർട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് ഹെവിയാണ് കാര്യങ്ങളെന്ന് നിങ്ങൾ പറയാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പഠിച്ചിട്ട് എക്സാം എഴുതാം. ഓക്കെ, താങ്ക്